കൊല്ലം കുന്നത്തൂരിലെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി ബിജെപി. LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ് പാകിസ്ഥാൻ മുക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട എന്ന ജനം TV ക്യാമ്പയിൻ കൊല്ലത്തെ പാകിസ്ഥാൻ മുക്ക് വാർത്തയായിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പാകിസ്ഥാൻ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. അത് വേണ്ട എന്നാണ് കൊല്ലത്തും BJP ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ഈ കുന്നത്തൂർ താലൂക്കിലാണ് ഇത്തരത്തിലൊരു സ്ഥലമുള്ളത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലധികമായി ഇത്തരത്തിലാണ് ഈ സ്ഥലത്തെ വിളിച്ചു പോരുന്നത് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ നമ്മളോട് പങ്കുവച്ച വിവരം. അവിടെ പോകുമ്പോൾ തന്നെ ഈ കടകളുടെ പരസ്യ ബോർഡുകളിലടക്കം ഈ പേരുകൾ, അതായത് പാകിസ്ഥാൻ മുക്ക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പണ്ടൊക്കെ തന്നെ ഈ ബസ്സുകളിൽ പോലും ബോർഡുകളിൽ ഈ പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ കശ്മീരിലെ സാഹചര്യം നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതീയരായിട്ടുള്ള 26 പേരുടെ ജീവൻ കവർന്ന ഈ ഭീകരവാദികളെ അവരെ സംരക്ഷിച്ചു പോരുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ അതിന് പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം, അത്തരത്തിലൊരു ശത്രു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ന് കേരളത്തിൽ പലയിടത്തുമുള്ള സ്ഥലങ്ങളിലുള്ളത് എന്ന് കേൾക്കുമ്പോൾ തന്നെ, അതായത് അവിടെയുള്ള ജനങ്ങളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് തന്നെ വലിയ വിഷമമാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് തങ്ങൾ വരുന്നതെന്ന് അറിയുമ്പോൾ പലരും നമ്മളെ ആ കണ്ണിൽ കാണുന്നു. അതുകൊണ്ട് എത്രയും വേഗം ആ പേര് മാറ്റണമെന്നുള്ള ആവശ്യമാണ് അവിടെ ശക്തമായി ഉയരുന്നത്. നേരത്തെ തന്നെ പല രീതിയിലും പേര് മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതൊന്നും പ്രാബല്യത്തിൽ വന്നിരുന്നില്ല. ശാന്തിസ്ഥാൻ എന്നാക്കി, അതോടൊപ്പം തന്നെ പ്രിയദർശിനി നഗർ എന്നൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പിന്നീട് പ്രാബല്യത്തിൽ വന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പങ്കുവയ്ക്കുന്ന വിവരം. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങളടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ആ സ്ഥലത്തുള്ള പേര് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അവിടെ വരാൻ കാരണമെന്നുള്ളതൊക്കെ അവിടെയുള്ള ജനങ്ങൾ പല രീതിയിൽ അതിനെപ്പറ്റി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ BJP തന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. എത്രയും വേഗം ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം ഇങ്ങനെ ഒരു പേര് ഈ സ്ഥലത്തിന് ഇനിയും നിലനിൽക്കേണ്ട ആവശ്യമല്ല എന്നുള്ളതാണ്. ഇത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഈ പാകിസ്ഥാൻ മുക്കുകളും പാകിസ്ഥാൻ കവലയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദേശസ്നേഹികളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നാണക്കേട് ഉളവാക്കുന്നത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഉള്ള ആളുകൾക്ക് തന്നെ അത് വലിയ വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അധികാരികൾ മുൻകൈ എടുത്തുകൊണ്ട് ഈ പേരുകൾ നീക്കം ചെയ്യുവാനുള്ള നടപടികൾ തുടരണമെന്നുള്ള കാര്യമാണ് BJP ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മാത്രമല്ല, ഇനി ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകുമെന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇനിയും ഈ പാകിസ്ഥാൻ എന്നുള്ള ഒരു പേര് കേരളത്തിനുള്ളിലുള്ള ഒരു സ്ഥലങ്ങളിലും വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ BJP നേതൃത്വവും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവരൊക്കെയും അറിയിച്ചിട്ടുള്ളത്. പ്രാദേശിക നേതൃത്വമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഉന്നത തലങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എത്രയും വേഗം ഈ പേര് നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം. നമ്മളോട് പ്രതികരിച്ചതിൽ പലരും പറഞ്ഞത് അത് തന്നെയാണ്. കാലങ്ങളായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിലൊരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം വീണ്ടും അവിടെ സ്ഥാപിക്കുന്ന ബോർഡുകളിൽ ഈ പേര് തന്നെയാണ് എല്ലാവരും എഴുതി ചേർക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം, ശാശ്വതമായ ഒരു മാറ്റം വരണമെന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. എന്തായാലും അതിനോട് കൂടെ തന്നെ ഇപ്പോൾ BJP അടക്കം ഈ ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കൊല്ലം കുന്നത്തൂരിലെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് BJP.